ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 55-ാം ദിവസം. ലേവ്യ കുടുംബങ്ങളുടെ കടമകൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 4-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം, 88-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട ലേവ്യ കുടുംബങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഭാഗം സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമായ മുന്നറിയിപ്പുകൾ നിയമാവർത്തന ഗ്രന്ഥത്തിലൂടെ ദൈവം നമുക്ക് തരുന്നു. ഓരോ സങ്കീർത്തനത്തിലും കർത്താവായ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 4-ാം അധ്യായം, കൊഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു: ലേവ്യരുടെ ഇടയിൽ നിന്ന് കൊഹാത്യരുടെ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങളനുസരിച്ച്, അവരുടെ പിതൃഭവനമനുസരിച്ച് നീ നിർണയിക്കുക. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സജ്ജരായി വരുന്ന 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരുടെയും തന്നെ. അതിവിശുദ്ധ സ്ഥലമായ സമാഗമ കൂടാരത്തിൽ കൊഹാത്യരുടെ ശുശ്രൂഷ ഇതാണ്. പാളയം നീങ്ങേണ്ടപ്പോൾ അഹ്റോനും പുത്രന്മാരും ചേർന്ന് തിരശീല വിരി ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപേടകം പൊതിയും. അവർ അതിന്മേൽ നിലക്കരടിത്തോലിൻ്റെ ആവരണമിടും. അതിനു മീതെ കടും നീലത്തുണി വിരിക്കും. അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും. സാന്നിധ്യത്തിൻ്റെ മേശയിൽ അവർ നീലത്തുണി വിരിക്കും. അതിന്മേൽ താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും വയ്ക്കും. സദാ വേണ്ട അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കും. അവയുടെ മേൽ അവർ കടും ചുമപ്പ് തുണി വിരിക്കും. അതിനെ നിലക്കരടിത്തോലിൻ്റെ വിരി കൊണ്ട് പൊതിയും. അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും. ദീപത്തിനുള്ള വിളക്കുകാൽ, അതിൻ്റെ തിരുനാളങ്ങൾ, കത്രികകൾ, തട്ടങ്ങൾ എന്നിവയും അതിൽ എണ്ണ പകരാൻ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും അവർ തുണിയെടുത്ത് പൊതിയും. അതും അതിൻ്റെ സകല ഉപകരണങ്ങളും അവർ നിലക്കരടിത്തോലിൻ്റെ ആവരണത്തിൽ വെച്ച് മരക്കാലിൽ സ്ഥാപിക്കും. സ്വർണ്ണബലിപീഠത്തിന്മേൽ അവർ നീലത്തുണി വിരിക്കും. അത് നിലക്കരടിത്തോലിൻ്റെ വിരി കൊണ്ട് പൊതിയും. അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും. വിശുദ്ധ സ്ഥലത്ത് പരികർമ്മത്തിനുപയോഗിക്കുന്ന എല്ലാ ശുശ്രൂഷോപകരണങ്ങളും അവർ എടുത്ത് നീലത്തുണിയിലാക്കി നിലക്കരടിത്തോലിൻ്റെ വിരി കൊണ്ട് പൊതിഞ്ഞ് അവ മരക്കാലിൽ സ്ഥാപിക്കും. ബലിപീഠം നെയ്ച്ചാര വിമുക്തമാക്കി അവർ അതിന്മേൽ ചുമന്ന തുണി വിരിക്കും. അതിന്മേൽ അവർ ശുശ്രൂഷ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, അതായത് അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികൾ, തട്ടങ്ങൾ എന്നീ ബലിപീഠോപകരണങ്ങളെല്ലാം വയ്ക്കും. അതിനു മുകളിൽ അവർ നിലക്കരടിത്തോലിൻ്റെ ആവരണം വിരിച്ച് തണ്ടുകൾ ഉറപ്പിക്കും. അഹ്റോനും അവൻ്റെ പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും പൊതിയുന്നത് പൂർത്തിയാക്കി പാളയം നീങ്ങാറാകുമ്പോഴാണ് അവ വഹിക്കാനായി കൊഹാത്യർ വരേണ്ടത്. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിച്ച് മൃതിപ്പെടാനിടയാകരുത്. ഇവയാണ് കൊഹാത്യരുടെ സമാഗമ കൂടാര ചുമട്: വിളക്കെണ്ണ, സുഗന്ധവസ്തുക്കളുടെ ധൂപം, നിരന്തര ധ്യാനയാഗം, അഭിഷേക തൈലം എന്നിവയുടെ ചുമതലയാണ് പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസറിൻ്റേത്. അതായത് ആലയം മുഴുവൻ്റെയും അതിൽ വിശുദ്ധ സ്ഥലത്തുള്ള എല്ലാറ്റിൻ്റെയും അതിൻ്റെ ഉപകരണങ്ങളുടെയും ചുമതല. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു: ലേവ്യരുടെ ഇടയിൽ നിന്ന് കൊഹാത്ത് കുടുംബങ്ങളുടെ ഗോത്രം നിങ്ങൾ
വിച്ഛേദിക്കരുത്. എന്നാൽ അവർ അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ അവരോട് ഇത് ചെയ്യുവിൻ. അഹറോനും പുത്രന്മാരും ചെന്ന് അവരെ ഓരോരുത്തരെയും അവനവൻ്റെ ജോലിക്കും ചുമതലയ്ക്കുമായി നിയോഗിക്കുവിൻ. എന്നാൽ അവർ വിശുദ്ധ സ്ഥലം ക്ഷണനേരം പോലും വീക്ഷിക്കാനായി ചെല്ലരുത്, അവർ മരിക്കും. ഗർഷോന്യരുടെ കടമകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഗർഷോന്യരുടെ അംഗസംഖ്യ അവരുടെ പിതൃഭവനമനുസരിച്ചും കുടുംബങ്ങളനുസരിച്ചും നീ നിർണയിക്കുക. 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരെ, അതായത് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ നിർവഹിക്കാൻ സേവനസജ്ജരായി വരുന്നവരെയെല്ലാം നീ എണ്ണണം. ചുമടിനായും ശുശ്രൂഷിക്കാനായും ഗർഷോന്യ കുടുംബങ്ങൾക്കുള്ള ജോലി ഇതാണ്. അവർ സംവഹിക്കേണ്ടത് ആലയ മേൽവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണവും അതിനു മുകളിലുള്ള നിലക്കരടി ആവരണവും, സമാഗമ കൂടാരവാതിലിൻ്റെ വിരി, അങ്കണമറകൾ, ആലയത്തോട് ചേർന്നും ബലിപീഠത്തോട് ചേർന്നും ചുറ്റുമുള്ള അങ്കണ കവാടത്തിൻ്റെ വാതിൽ വിരി, അവയുടെ ചരടുകൾ എന്നിവയും അവയുടെ ശുശ്രൂഷയ്ക്കുള്ള സകല സാമഗ്രികളും അവയ്ക്കായി നിർമ്മിതമായ സകലതുമാണ്. അവർ ശുശ്രൂഷിക്കുകയും വേണം. അവരുടെ ചുമടെല്ലാം സംബന്ധിച്ചും അവരുടെ ശുശ്രൂഷയെല്ലാം സംബന്ധിച്ചുമുള്ള ഗർഷോന്യരുടെ എല്ലാ ജോലിയും അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും നിർദ്ദേശാനുസൃതമായിരിക്കണം. അവരുടെ ചുമടെല്ലാം നിങ്ങൾ അവരെ ചുമതലയായി ഭരമേൽപ്പിക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർഷോൻ പുത്രന്മാരുടെ കുടുംബങ്ങളുടെ ജോലി. അവരുടെ ചുമതല പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ നിയന്ത്രണത്തിലാണ്. മെറാര്യരുടെ കടമകൾ. മെറാര്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും അവരെ നീ എണ്ണിത്തിട്ടപ്പെടുത്തണം. 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരെ, അതായത് സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ സജ്ജരായിരിക്കുന്നവരെയെല്ലാം നീ എണ്ണണം. സമാഗമ കൂടാരത്തിലെ എല്ലാ ശുശ്രൂഷയ്ക്കുമായുള്ള അവരുടെ സംവഹന ചുമതല ഇതാണ്: ആലയത്തിൻ്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ എന്നിവയും അവർ തങ്ങളുടെ സാമഗ്രികൾക്കും എല്ലാ പണികൾക്കുമായി സംവഹിക്കാൻ ചുമതലപ്പെട്ട ഉപകരണങ്ങളായി ഇനംതിരിച്ച് നിങ്ങൾ അവരെ ഏൽപ്പിക്കണം. ഇതാണ് പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ നിയന്ത്രണത്തിൽ സമാഗമ കൂടാരത്തിലെ തങ്ങളുടെ ഓരോ ശുശ്രൂഷയുമനുസരിച്ച് മെറാരിയ കുടുംബങ്ങളുടെ ജോലി. ലേവായരുടെ എണ്ണം. മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി കൊഹാത്ത് പുത്രന്മാരെ അവരുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും എണ്ണിത്തിട്ടപ്പെടുത്തി. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു. കുടുംബങ്ങളനുസരിച്ച് അവരുടെ അംഗസംഖ്യ 2750 ആയിരുന്നു. മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത കൊഹാത്ത് കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. തങ്ങളുടെ കുടുംബമനുസരിച്ചും പിതൃഭവനമനുസരിച്ചും ഗർഷോന്യരുടെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും അവരുടെ അംഗസംഖ്യ 2630 ആയിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത ഗർഷോന്യ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. തങ്ങളുടെ കുടുംബമനുസരിച്ചും പിതൃഭവനമനുസരിച്ചും മൊറാരിയ കുടുംബങ്ങളുടെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് അവരുടെ അംഗസംഖ്യ 3200 ആയിരുന്നു. മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത മൊറാരിയ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. മോശയും അഹ്റോനും ഇസ്രായേൽ നേതാക്കളും കൂടി ലേവായരെ അവരുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും എണ്ണിത്തിട്ടപ്പെടുത്തിയ ആകെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ജോലിയും ചുമട്ടുജോലിയും നിർവഹിക്കാൻ വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു. അവരുടെ അംഗസംഖ്യ 8580 ആയിരുന്നു. മോശ വഴി കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച്
അവരെ ഓരോരുത്തരെയും അവനവൻ്റെ ശുശ്രൂഷയനുസരിച്ചും ചുമടനുസരിച്ചും അവൻ നിർണയിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ച അതതിൻ്റെ പേര് വിവരപ്പെട്ടികയും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം. ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പഠിപ്പിക്കുന്നു. ഇസ്രായേല്യരെ, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇപ്പോൾ ശ്രവിക്കുവിൻ. ഇത് നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കേണ്ടതിനുമാണ്. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കാനുള്ളവയാണ്. ബാൽപെയോർ നിമിത്തം കർത്താവ് ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടരുന്ന ഓരോ ആളെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ജീവനുള്ളവരാണ്. നോക്കൂ, എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്തിനുള്ളിൽ തദനുസാരം നിങ്ങൾ വർത്തിക്കേണ്ടതിനാണ്. ജനങ്ങളുടെ ദൃഷ്ടികളിൽ അത് നിങ്ങളുടെ ജ്ഞാനവും അറിവും ആയിരിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ പാലിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യും. ഈ ചട്ടങ്ങളെല്ലാം കേൾക്കുന്നവർ പറയും, ഈ മഹത്തായ ജനത എത്ര ജ്ഞാനവും വിവേകവുമുള്ള ജനം. എന്തെന്നാൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമുക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദേവന്മാർ തങ്ങൾക്ക് സമീപസ്ഥരായ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഈ നിയമസംഹിത പോലെ നീതിയുക്തമായ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും സ്വന്തമായുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നീ തികച്ചും ജാഗരൂകനായിരിക്കുക. നിന്റെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും നിന്റെ ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് അകലാതിരിക്കാനും നീ ആത്മന അതീവ ശ്രദ്ധാലുവാകുക. അവ നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും നീ അറിയിക്കണം. ജനത്തെ എനിക്കായി നീ വിളിച്ചു കൂട്ടുക. ഭൂമിയിൽ അവർ ജീവനോടിരിക്കുന്ന കാലമെല്ലാം ഞാൻ എന്നെ ഭയപ്പെടാൻ അവർ പഠിക്കുന്നതിനും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനുമായി എൻ്റെ വാക്കുകൾ ഞാൻ അവരെ കേൾപ്പിക്കട്ടെ എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത ദിവസം നീ ഹോറബിൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ അടുത്തെത്തി മലയുടെ കീഴെ നിന്നു. ആകാശമധ്യത്തോളം എത്തുന്ന അഗ്നിയാൽ മല എരിയുകയായിരുന്നു. ഇരുണ്ട മേഘവും കൂരിരുട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. വാക്കുകളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു, ശബ്ദം മാത്രം. രൂപം നിങ്ങളാരും കാണുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് വിവരിച്ചു. നിങ്ങൾ അനുവർത്തിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 വചനങ്ങളാണവ. 2 കൽപ്പലകളിൽ അവിടുന്ന് അവ എഴുതി. കൈവശമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുഷ്ഠിക്കേണ്ടതിന് അവ നിങ്ങളെ പഠിപ്പിക്കുവാൻ അക്കാലത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചു. വിഗ്രഹാഭിമുഖ്യത്തിൻ്റെ കെണികൾ. ആകയാൽ നിങ്ങൾ ആത്മന ഏറെ കരുതലുള്ളവരായിരിക്കണം. ഹോറബിൽ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം രൂപമൊന്നും നിങ്ങൾ കാണാതിരുന്നത് നിങ്ങൾ ദുഷിക്കത്തക്ക വിധം ഏതെങ്കിലും രൂപത്തിൻ്റെ ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനാണ്. അതായത് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യമാകട്ടെ, ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ആകാശത്ത് പറക്കുന്ന ചിറകുള്ള ഏതെങ്കിലും പക്ഷിയുടെ സാദൃശ്യമാകട്ടെ, നിലത്തുള്ള ഏതെങ്കിലും ഉരകത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ഭൂമിക്കടിയിലുള്ള ജലത്തിലെ ഏതെങ്കിലും മത്സ്യത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ഒന്നും ഉണ്ടാക്കാതിരിക്കാനാണ്. മാത്രമല്ല, നീ ആകാശത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാകുന്ന സകല ആകാശഗോള സഞ്ചയത്തെയും കണ്ട് അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാതിരിക്കാനുമാണ്. നിന്റെ ദൈവമായ കർത്താവ് അവയെ ആകാശം മുഴുവൻ്റെയും കീഴിലുള്ള എല്ലാ ജനതകൾക്കുമായി നിർണയിച്ചു നൽകിയിരിക്കുന്നു. നിങ്ങളെയാകട്ടെ കർത്താവ് സ്വീകരിച്ച് ഇന്നത്തെ പോലെ തനിക്ക് അവകാശമായ ഒരു ജനമായി തീരേണ്ടതിന് ഈജിപ്തിൽ നിന്ന് ആ ഇരുമ്പ് ചൂളയിൽ നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെപ്രതി കർത്താവ് എന്നോട് രോക്ഷം പൂണ്ടു. ഞാൻ ജോർദാൻ കടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്തേക്ക്
പ്രവേശിക്കുകയില്ലെന്നും അവിടുന്ന് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ജോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് തന്നെ മരിക്കും. നിങ്ങളാകട്ടെ അത് കടന്ന് ആ വിശിഷ്ട ദേശം കൈവശപ്പെടുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ അവിടുത്തെ ഉടമ്പടി മറക്കാതിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് വിലക്കു കൽപ്പിച്ചിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ നിന്റെ ദൈവമായ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടുന്ന് തീക്ഷ്ണമതിയായ ദൈവമാണ്. നിനക്ക് മക്കളും പേരക്കിടാങ്ങളും ജനിക്കുകയും നാട്ടിൽ നിങ്ങൾ സ്വസ്ഥതയുള്ളവരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദുഷിച്ച് എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കൈവശമാക്കാനായി നിങ്ങൾ ജോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ക്ഷിപ്രം നാശമടയുക തന്നെ ചെയ്യും. ഇതിന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ ഞാനിന്ന് സാക്ഷിയാക്കുന്നു. അവിടെ നിങ്ങൾ ദീർഘനാളുകൾ വസിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങൾ നിശേഷം ഇല്ലായ്മ ചെയ്യപ്പെടും. കർത്താവ് നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കും. കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ജനതകൾക്കിടയിൽ വിരലിൽ എണ്ണാവുന്നവരായി നിങ്ങൾ അവശേഷിക്കും. അവിടെ മനുഷ്യൻ്റെ കരവേലയായ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും ദൈവങ്ങളായി നിങ്ങൾ സേവിക്കും. ദൈവാഭിമുഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് നിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. നീ അവിടുത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തേടുന്നതുകൊണ്ട് കണ്ടെത്തും. പിൽക്കാലങ്ങളിൽ നീ ക്ലേശത്തിലായിരിക്കുമ്പോഴും ഇക്കാര്യങ്ങളെല്ലാം നിന്നെ പിടികൂടുമ്പോഴും നീ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമായതുകൊണ്ട് അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, നിന്നെ നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി അവിടുന്ന് വിസ്മരിക്കുകയില്ല. അതെ, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ച ദിവസത്തോട് തുടങ്ങി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആദ്യ ദിനങ്ങളോട് ആകാശത്തിൻ്റെ ഒരറ്റത്തോട് തുടങ്ങി ആകാശത്തിൻ്റെ മറ്റേ അറ്റം വരെ നിങ്ങൾ ആരായുവിൻ. ഇതുപോലൊരു മഹാസംഭവം നടന്നിട്ടുണ്ടോ? അഥവാ ഇതുപോലൊന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ടോ? അഗ്നിമധ്യേ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടതുപോലെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ജനം പിന്നെ ജീവിച്ചിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം പോലെ പരീക്ഷകളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യുദ്ധത്താലും ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും അതിഭയാനക പ്രവൃത്തികളാലും ജനതയുടെ മധ്യേ നിന്ന് ഒരു ജനതയെ തനിക്കായി സ്വീകരിക്കാൻ വരുന്നതിന് ദൈവം ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടത്തേക്ക് പുറമെ മറ്റാരുമില്ലെന്നും അറിയാൻ വേണ്ടി നിനക്ക് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നു. നിന്നെ പരിശീലിപ്പിക്കാനാണ് തൻ്റെ സ്വരം ആകാശത്തു നിന്ന് അവിടുന്ന് നിന്നെ കേൾപ്പിച്ചത്. തൻ്റെ മഹത്തായ അഗ്നിഭൂമിയിൽ അവിടുന്ന് നിന്നെ കാണിച്ചത്. അവിടുത്തെ വാക്കുകൾ അഗ്നിമധ്യേ നിന്ന് നീ കേട്ടത്. അവിടുന്ന് നിൻ്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്തതിയെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിലും മഹാശക്തിയിലും നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നിന്നേക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിൻ്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനും ഇന്നത്തേതുപോലെ നിന്നെ കൊണ്ടുവന്ന് അവരുടെ ദേശം നിനക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും കർത്താവ് തന്നെയാണ് ദൈവം, വേറൊരുവനില്ല എന്ന് ഇന്ന് നീ ഗ്രഹിച്ച് ബോധ്യപ്പെടണം. ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് എക്കാലത്തേക്കും നിനക്ക് തരുന്ന ഭൂമിയിൽ നീ ദീർഘായുഷ്മാനാകുന്നതിന് നിനക്കും നിനക്ക് ശേഷം നിന്റെ മക്കൾക്കും നന്മയുളവാക്കുന്ന ഇന്ന് നിന്നെ ഞാൻ അനുശാസിക്കുന്ന അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം. ജോർദാന് മറുകരയുള്ള അഭയനഗരങ്ങൾ. മോശ പിന്നീട് ജോർദാന് മറുകരെ സൂര്യോദയ ദിക്കിൽ 3 പട്ടണങ്ങൾ വേർതിരിച്ചു. തൻ്റെ അയൽക്കാരനോട് പൂർവ്വവിരോധം കൂടാതെ അറിയാതെ അവനെ വധിക്കാനിടയാകുന്ന കൊലപാതകിക്ക് അവിടേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയാണത്. ഈ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഒളിച്ചോടി അവന് ജീവിക്കാം. റൂബൻകാർക്ക് മരുഭൂമിയിലെ സമതലത്തിലുള്ള ബേസർ, ഗാദുകാർക്ക് ഗിലെയാദിലെ റാമോത്ത്, മനാസേക്കാർക്ക് ബാഷാനിലെ ഗോലാൻ. 1-ാം പ്രഭാഷണത്തിൻ്റെ ഉപസംഹാരം.
ഇതാണ് മോശ ഇസ്രായേല്യർക്ക് മുന്നിൽ അവതരിപ്പിച്ച നിയമം. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മോശ അവരോട് വചിച്ച സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാണിവ. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ജോർദാൻ്റെ മറുകരെ മോശയും ഇസ്രായേല്യരും തോൽപ്പിച്ച ഹെഷ്ബോൺ വാസിയായ അമോര്യ രാജാവ് സീഹോൻ്റെ ദേശത്തിലെ ബെത്ത് ഫയോറിനെതിരെ ഉള്ള താഴ്വരയിൽ വെച്ചായിരുന്നു അത്. അവൻ്റെ നാടും ബാഷാനിലെ രാജാവായ ഓഗിൻ്റെ ജോർദാൻ്റെ സൂര്യോദയ ദിക്കിലെ അമോര്യ രാജാക്കന്മാരായിരുന്നു അവരിരുവരും. നാടും അവർ കൈവശമാക്കി. അതായത് അർണോൺ നദീതീരത്തുള്ള ആരോവേർ മുതൽ ഹെർമോൺ എന്ന സിയോൻ മല വരെയും ജോർദാൻ്റെ മറുകരെ കിഴക്കുള്ള അറാബാദ് മുഴുവനും പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെയുള്ള അറാബ കടൽ വരെയും. 88-ാം സങ്കീർത്തനം പരിത്യത്തിൻ്റെ വിലാപം. ഗീതം കൊറേഹ്യരുടെ കീർത്തനം. ഗായക നേതാവിന് വീണാനാദത്തോടെ ഉപവാസത്തിന് എസ്രാഹിയായ ഹേമോൻ്റെ പ്രബോധന ഗീതം. കർത്താവേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, പകൽ ഞാൻ നിലവിളിക്കുന്നു, രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലാണ്. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തട്ടെ. എൻ്റെ രോദനത്തിന് ചെവി ചായ്ക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവ് ദുരിതങ്ങളാൽ മടുത്തിരിക്കുന്നു. അവ എൻ്റെ ജീവൻ പാതാളത്തിനടുത്തെത്തിച്ചിരിക്കുന്നു. കുഴിയിലേക്ക് പതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. കരുത്തുറ്റ വീരനെ പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു. ശവകുടീരത്തിൽ ശയിക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെ മൃതർക്കിടയിലെ ഒറ്റപ്പെട്ടവൻ. അങ്ങ് അവരെ മേലിൽ ഓർമ്മിക്കുകയില്ല. അവർ അങ്ങയുടെ കയ്യിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാണ്. അങ്ങനെ അധോലോകങ്ങളുടെ ഗർത്തത്തിൽ അഗാധങ്ങൾക്കിടയിലെ അന്ധകാര ഇടങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ മേൽ അങ്ങയുടെ ക്രോധം അമർന്നിരിക്കുന്നു. അങ്ങയുടെ തിരമാലകളാൽ എന്നെ അങ്ങ് ക്ലേശിപ്പിക്കുന്നു. സെല. അങ്ങ് എൻ്റെ പരിചയക്കാരെ എന്നിൽ നിന്നും ദൂരെ അകറ്റി. എന്നെ അവർക്ക് നികൃഷ്ട വസ്തുവാക്കി. പുറത്തു പോകാനാവാത്ത വിധം ഞാൻ തടവിലാക്കപ്പെട്ടു. എൻ്റെ സങ്കടം മൂലം എൻ്റെ കണ്ണു മങ്ങുന്നു. കർത്താവെ, ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് എൻ്റെ പാണികൾ വിരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് വിസ്മയം പ്രവർത്തിക്കുമോ? പരേതർ എഴുന്നേറ്റ് അങ്ങയെ ഏറ്റുപറയുമോ? സെല. ശവക്കുഴിയിൽ അങ്ങയുടെ കാരുണ്യം പ്രസംഗിക്കപ്പെടുമോ? നരകത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും. അന്ധകാരത്തിൽ അങ്ങയുടെ വിസ്മയകൃത്യവും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ നീതിയും അറിയപ്പെടുമോ? കർത്താവെ, ഞാൻ അങ്ങേപ്പക്കൽ സഹായത്തിന് കേഴുന്നു. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുന്നു. കർത്താവെ, അങ്ങൻ്റെ ആത്മാവിനെ തള്ളിക്കളയുന്നതും എന്നിൽ നിന്ന് അങ്ങേ മുഖം മറയ്ക്കുന്നതും എന്തുകൊണ്ട്? ചെറുപ്പം മുതലേ ഞാൻ അഗതിയും മരണാസന്നനുമാണ്. അങ്ങയുടെ ഭീകരതകൾ ഞാൻ ചുമക്കുന്നു. ഞാൻ നിസ്സഹായനാണ്. അങ്ങയുടെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞൊഴുകുന്നു. അങ്ങയുടെ ആക്രമണങ്ങൾ എന്നെ നശിപ്പിക്കുന്നു. ദിവസം മുഴുവൻ വെള്ളം പോലെ അവ എന്നെ വലയം ചെയ്യുന്നു. അവ ഒന്നടങ്കം എൻ്റെ മേൽ പൊതിയുന്നു. സ്നേഹിതനെയും അയൽക്കാരനെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അന്ധകാരമാണ് എൻ്റെ പരിചിതർ.